എൻ്റെ പേര് സഞ്ജയ്. ഞാൻ ആക്ച്വലി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഡെവോപ്സ് ആയിട്ട്. ഞാൻ എവിടെ പറയുകയാണെങ്കിൽ ഞാൻ 2011 എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ക്ലൗഡിലേക്ക് വന്നു. ഇപ്പോൾ ഒരു 3 to 4 years ഡെവോപ്സ് വർക്ക് ചെയ്യുന്നു. സോ ഇത്രയും ലോങ് ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഫസ്റ്റ് സെഷനാണ്. സോ ഞാൻ ആദ്യം ഡിസ്പ്ലേ പറയുകയാണ്, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ പ്ലീസ് എക്സ്ക്യൂസ് മീ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്നത് ക്ലൗഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ്. കാരണം നമ്മളെല്ലാവരും ഡേ ടു ഡേയിൽ ക്ലൗഡ് മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു സർവീസ് എന്തെങ്കിലും ഇൻസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു സർവീസ് ലോഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കറക്റ്റ് നമ്മളൊന്ന് റിക്വയർമെൻറ്റ് പറഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ വർക്ക് ലോഡിന് ആപ്റ്റായിട്ടുള്ള സർവീസ് ആണെന്ന് നമുക്കൊരു മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഇല്ല, അത് റൺ ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. സോ വർക്ക് ലോഡ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് ഓവർ പൊസിഷൻ്റെ ആണോ അല്ലെങ്കിൽ അണ്ടർ പൊസിഷൻ്റെ ആണോ, അല്ലെങ്കിൽ അത് കാരണം നമുക്ക് കൂടുതൽ നമ്മുടെ ക്ലൗഡ് സിസ്റ്റങ്ങൾ ആവില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ബേസിക്കലി AWSൽ അവരൊരു കോസ്റ്റ് സ്ട്രക്ചർ ഉണ്ട്. ലൈക്ക് അവരൊരു പ്രൈസിങ് മോഡൽസ് ഉണ്ട്, ടയേഴ്സ് ഉണ്ട്, പ്രൈസിങ് കോമ്പണൻസ് ഉണ്ട്. ആ പ്രൈസിങ് മോഡൽസിൽ നമുക്കറിയാം 5 ടൈപ്പ് മോഡൽസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺ ഡിമാൻഡ്, സ്പോട്ട്, ഡെഡിക്കേറ്റഡ്, റിസർവ്ഡ് ആൻഡ് സേവിങ്സ് പ്ലാൻ. ഇത് നിങ്ങൾ കണ്ടതായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നാളെ സർവീസ് സ്റ്റോപ്പ് ചെയ്തോളും. ആ യൂസേജ് വരുന്ന ആ ടൈമിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൈസ് വരുള്ളൂ. ഇത് ഏറ്റവും ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം, പക്ഷേ എക്സ്പെൻസീവ് ആണ്. ലൈക്ക് മറ്റേ പ്ലാനിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് അടുത്തത് സ്പോട്ട് ഇൻഷുറൻസ്. ഇത് ഏറ്റവും നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് വേണം നമുക്ക് പറയാം, പക്ഷേ ഒട്ടും സ്ഥിരതയില്ലാത്തൊരു ടൈപ്പാണത്. കാരണം നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റില്ല ഇത് ഈ സ്പോട്ട് ഇൻഷുറൻസ് എപ്പോഴും നിൽക്കുന്നത്, കാരണം ഇത് എപ്പോഴും ടെർമിനേറ്റ് ആയി പോകാം. സോ നമുക്ക് ഹൈ അവൈലബിൾ ആയുള്ള ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർക്ക് ലോഡ് അതിലൊരിക്കലും ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പിന്നെ വരുന്നതാണ് ഡെഡിക്കേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് കോസ്റ്റ് വരുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഒരു ഫിസിക്കൽ ലൈസൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ കോസ്റ്റിൻ്റെ ആവശ്യകത വരുന്നത്, ആ ടൈമിലേക്ക് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ എന്തെങ്കിലും പറയാം, ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്ലാനാണിത്. ഇത് വരുമ്പോൾ ഓൺ ഡിമാൻഡിനെ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 70% പ്രോഫിറ്റ് കോസ്റ്റ് സേവിങ് നമുക്ക് ഇതിലെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് സ്കെയിലബിലിറ്റി ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. പിന്നെ നമ്മൾ റിസർവ്ഡ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളൊരു ലോങ് ടൈം കോൺട്രാക്ട് എന്ന് പറയാം നമുക്ക് AWS ആയിട്ട്. ലൈക്ക് നമ്മൾ ഇത്ര വർഷത്തേക്ക് ഒരു 1 to 3 years നമ്മൾ ഇത്ര ലോങ് ടൈമിലേക്ക് ഇത് ഓടിക്കും. അതായത് നമുക്കൊരു ലോങ് ടൈം പ്രൊജക്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈപ്പാണ് റിസർവ്ഡ് എന്ന് പറയുന്നത്. ഇതിൽ 2 എണ്ണം വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് RA വരുന്നുണ്ട്, കൺവേർട്ടഡ് RA വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് RA ആയിരിക്കും കുറച്ചും കൂടുതൽ കോസ്റ്റിംഗ് വരുന്നത്, പക്ഷേ അവിടെ നമുക്ക് ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ഉള്ള വർക്ക് ലോഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൺവേർട്ടബിളിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൽ ചേഞ്ചസ് മോഡിഫിക്കേഷൻസ് പറ്റാൻ പറ്റും. അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് 72% ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടൈം കമ്മ്യൂണിറ്റിക്ക് സേവിങ്സ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോങ് ടൈമിലേക്ക് എപ്പോഴും ഇത് കീപ്പ് ചെയ്യണം. കാരണം ഒരു 6 മാസം റൺ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്ത് വന്നാൽ നടക്കില്ല. അതിൽ ഇത് പറ്റും. പിന്നെ ഇതാണ് സേവിങ്സ് പ്ലാൻ. സേവിങ്സ് പ്ലാനും സെയിം തന്നെയാണ്, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വേണം. ഇതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടർ സേവിങ് പ്ലാൻസ് ഉണ്ട്, ഈസി ടു സേവിങ് പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് നമ്മൾ നേരത്തെ കണ്ടു റിസർവ് പ്ലാൻസും ഇപ്പോൾ സേവിങ് പ്ലാൻ. ഇതിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫാമിലി ടൈപ്പിലാണ് നമ്മൾ റിസർവ് ചെയ്യുന്നത്. ലൈക്ക് നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. പക്ഷേ കമ്പ്യൂട്ടർ പ്ലാനോട് വരുമ്പോൾ നമുക്ക് ആ കമ്പ്യൂട്ടറിനാണ് നമ്മൾ എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അവൈലബിലിറ്റി ചേഞ്ചോ അല്ലെങ്കിൽ ചേഞ്ചോ ഇൻസ്റ്റൻറ്റ് ഫാമിലി ചേഞ്ച് എല്ലാം ചെയ്യണമെങ്കിൽ അതെല്ലാം പോസിബിൾ ആയിരിക്കും. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി നമുക്ക് പോസിബിൾ ആണ്. പിന്നെ കമ്പ്യൂട്ടർ സേവിങ്സ് നമുക്കുള്ള ഈസി ടു ഫാർഗേറ്റ് അതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഈസി ടു സേവിംഗ് വരുമ്പോൾ അവിടെ ഈസി ടു മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് കഴിഞ്ഞാണ് മോഡൽസ് ആണ്. ഇപ്പോൾ ഇത് കാണുന്നത് പ്രൈസിങ് ടയേഴ്സ് ആണ്. അതായത് ആമസോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ആമസോൺ സൈനപ്പ് ചെയ്യുന്ന ടൈമിൽ ഒരു ഫ്രീ ആയിരിക്കും ടയർ വരുന്നത്. അവിടെ നമുക്ക് കുറച്ച് സർവീസ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പേ ആസ് യു മോണിക്ക് മാറും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമുക്ക് പ്രൈസ് വരും. ഇവിടെ നമുക്ക് പേ ലെസ് ബൈ യൂസിങ് മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതോടും നമ്മുടെ യൂണിറ്റ് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുക 100 GB യൂസ് ചെയ്യുന്ന പ്രൈസും അവിടെ തന്നെ 200 GB യോട് അപ്ഗ്രേഡ് ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്രൈസ് കുറയും. പിന്നെ പറയുന്നത് സേവ് വെൻ യു റിസർവ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് റിസർവ് ചെയ്യുക, ലോങ് ടൈമിലേക്ക് റിസർവ് ചെയ്യുക, എന്നിട്ട് കോസ്റ്റ് സേവിങ്. പിന്നെ പ്രൈസിങ് കോമ്പണൻസ് ലൈക്ക് ഈ ഒരു മെയിനായിട്ട് 3 കോമ്പണൻറ്റ് വെച്ചിട്ടാണ് അവർ പ്രൈസിങ് വരുന്നത്. ലൈക്ക് ഒന്നാമത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻസിൻ്റെ പ്രോസസ്സിംഗ് പവർ, ടൈപ്പ്, സൈസ് ഇതെല്ലാം ബേസ് ചെയ്ത് വരുന്ന ബില്ലിംഗ് വരുമ്പോഴാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്.
പിന്നെ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഡാറ്റ അതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ S3-ലായാലും EPS-ലായാലും EMS-ലായാലും എത്രത്തോളം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് വരുമ്പോഴാണ് സ്റ്റോറേജിനെ റെഫർ ചെയ്തിട്ടുള്ളത്. ഡാറ്റ ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മൾ എന്തോരം ഡാറ്റ ഇൻ ആൻഡ് ഔട്ട് AWS മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AWS-ൽ സെയിം റീജിയനിലായാലും പോലും ഡിഫറെൻറ്റ് അവൈലബിലിറ്റി സോൺ ആണെങ്കിലും എന്തൊരു കോസ്റ്റ് വരുന്നുണ്ട്, ചെറിയൊരു കോസ്റ്റ് ട്രാൻസ്ഫർ കോസ്റ്റ് വരുന്നുണ്ട്. സോ ഇതാണ് 3 പ്രൈസിങ് കോമ്പണൻസ് വരുന്നത്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി കോസ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. സോ ഇവിടെയാണ് ടേം വരുന്നത്, FinOps എന്ന ടേം വരുന്നത്. FinOps എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മെത്തഡോളജിയാണ്, DevOps ഒരു മെത്തഡോളജി തന്നെയാണ്. നമ്മൾ എന്താ പറയുന്നത്, നമ്മളുടെ വർക്ക് ലോഡ്സിലേക്ക് ഒരു എല്ലാ ടീമുകളും ഇപ്പോൾ IT ബിസിനസ് ടീംസും ഫൈനാൻസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഒപ്റ്റിമൈസ് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടീം മെത്തഡോളജി നമുക്ക് പറയാം FinOps. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ കോസ്റ്റ് സേവിംഗ് പ്ലാൻ, കോസ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് AWS കുറേ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നു നമുക്ക്. ഓക്കെ, നമുക്ക് നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സർവീസിലോട് ചൂസ് ചെയ്യാം. ഇത് നോർമലി എല്ലാ അക്കൗണ്ടും കാണാൻ പറ്റില്ല, കാരണം സർവീസ് ഓർഗനൈസേഷൻ ലെവലിൽ നിലവിൽ മാത്രമേ ഇത് കുറേയൊക്കെ പർച്ചേസ് ചെയ്യാൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിൽ ഞാൻ കുറച്ച് സർവീസ് ഇതിൽ കുറച്ച് സർവീസ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്തു, അതിൻ്റെ ഔട്ട്പുട്ടും കിട്ടി. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ ആദ്യം നമുക്ക് നോക്കാം AWS കോസ്റ്റ് എക്സ്പ്ലോറർ എന്ന സർവീസ്. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഉണ്ട്. ലൈക്ക് നമ്മളുടെ സർവീസ് റീജിയൻ വൈസ് ആയാലും നമ്മൾ ടോട്ടൽ എന്തോരം കോസ്റ്റ് അതിലായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പൊട്ടൻഷ്യലി പറഞ്ഞാൽ നമുക്കൊരു സേവിങ്സിന് പ്ലാൻ നമുക്ക് എടുക്കാൻ പറ്റും, രൂപീകരിക്കാൻ പറ്റും. പിന്നെ എന്താണ് AWS ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാകുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ബഡ്ജറ്റ് പ്ലാനിൻ്റെ ഉള്ളിൽ തന്നെയാണോ എല്ലാ കാര്യങ്ങളും പോകുന്നത് നമുക്ക് കൺഫേം ചെയ്യാം. ഇപ്പോൾ അത് എക്സൈഡ് ആയി പോകണമെങ്കിൽ തന്നെ നമുക്കത് ഒരു നോട്ടിഫിക്കേഷൻ അലർട്ടുകൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ പറയുന്നത് AWS കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ സർവീസ് ആണ്. ഇതിൽ നോർമലി നമുക്ക് റെക്കമെൻഡേഷൻസ് ആണ് വരുന്നത്, നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം. അതിൽ രണ്ടേ മെയിനാണ് വരുന്നത് കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസറും കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഒപ്പമാണ്. അതിൽ ആദ്യത്തിൽ കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസറിൽ വരുന്നത് കമ്പ്യൂട്ടർ, ലൈക്ക് നമ്മളിപ്പോൾ ക്ലൗഡ് വാച്ചിങ് യൂസ് ചെയ്യുന്നതല്ല, ക്ലൗഡ് വാച്ചിങ്ങാകുമ്പോൾ നമ്മൾ ലോക്സ് എല്ലാം കൊടുക്കുന്നത്. അതിൻ്റെ ബേസിൽ എന്തൊക്കെ സേവ് എവിടെ കോസ്റ്റ് സേവിങ് വരുത്താം എന്ന രീതിയിൽ റെക്കമെൻഡേഷൻസ് ആണ് കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസർ വരുന്നത്. ഒപ്റ്റിമൈസേഷൻ ഹബിൽ വരുമ്പോൾ സേവിങ്സ് പ്ലാനിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ്, എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ പ്ലാൻ നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളത്. അതിൽ നമുക്ക് ചിലപ്പോൾ ഈസി ഓഫറൊക്കെ വരും, ഇപ്പോൾ ലോങ് ടൈമിലേക്കുള്ളതൊക്കെ. പിന്നെ വരുന്നത് AWS ട്രസ്റ്റഡ് അഡ്വൈസ് എന്ന് പറയും. ഇതിനുണ്ടല്ലോ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് സേവിങ് പ്ലാനിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ വർക്കിലോട്ട് പെർഫോമൻസിനും കൂടി അത് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് അതൊരു എന്താ പറയുക, കോസ്റ്റ് സേവ് ചെയ്യാൻ മാത്രമല്ല എഫിഷ്യൻസിയും കൂടി കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് അവിടെ കിട്ടും. ലൈക്ക് സെക്യൂരിറ്റി ആയാലും അങ്ങനെ എല്ലാ ടൈപ്പും നമുക്ക് കിട്ടും. സോ ഇതൊരു സ്ട്രാറ്റജി ഞങ്ങൾ ഫോർവേഡ് ചെയ്തു ഞങ്ങളുടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റൈറ്റ് സൈസിങ് ഇൻസ്റ്റൻസ്, അത് ഞാൻ നേരത്തെ പറയും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് നമ്മുടെ വർക്കിലോട്ട് ആപ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ആദ്യം മേക്ക് ഷുവർ ചെയ്യണം, അല്ലെങ്കിൽ അത് പ്ലാൻഡ് ആയിട്ട് ചെയ്യാനാണ്. പിന്നെ ഓട്ടോ സ്കെയിലിംഗ് എന്ന് നമ്മൾ ശരിക്കും ഹൈ അവൈലബിലിറ്റി വേണ്ടി മാത്രമാണ് നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ചെയ്യാറ്. അതിനുവേണ്ടി മാത്രമല്ല, നമ്മുടെ വർക്ക് ലോഡ്സ് ഇപ്പോൾ നോൺ പീക്ക് ടൈമിൽ നമുക്ക് ആവശ്യമില്ലാത്ത ടൈമിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്കെയിലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മളത് ശ്രമിക്കണം. പിന്നെ സ്പോട്ട് ഇൻസ്റ്റൻസ്, നേരത്തെ പറഞ്ഞു നമുക്ക് ഡാറ്റ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റി വരുമ്പോൾ ആ ടൈപ്പിലുള്ള ഇൻസ്റ്റൻസ് ഒക്കെ നമ്മൾ സ്പോട്ടിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഷെഡ്യൂൾ ഇൻസ്റ്റൻസസ്, അത് പ്രെഡിക്റ്റബിൾ ടൈം ബേസ്ഡ് ഡിസ്കൗണ്ട്സ് കിട്ടാൻ വേണ്ടി. പിന്നെ സെർവർലെസ് സർവീസ് യൂസ് ചെയ്യാം, AWS നമ്മൾ തുടങ്ങുന്നു, അതുപോലെയുള്ള സെർവർലെസ് സർവീസ് യൂസ് ചെയ്യാം. പിന്നെ ടാഗിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് എന്ത് റിപ്പോർട്ട് എടുക്കുമ്പോൾ ടാഗിങ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ കോസ്റ്റ് മാനേജ്മെന്റ് സർവീസ് ആയാലും നമുക്ക് റിപ്പോർട്ടൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആണ് അപ്പോൾ ടാഗ് പ്രോപ്പറായിട്ട് ചെയ്യാം. പിന്നെ ലെവറേജ് കോസ്റ്റ് മാനേജ്മെന്റ് സർവീസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെന്റ് സർവീസ് ഞങ്ങളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്തത് കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസറും ഒപ്റ്റിമൈസേഷൻ ഹബ്ബാണ് ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്തത്. അതിൽ വെച്ചാണ് റെക്കമെൻഡേഷൻ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത് ലാസ്റ്റ്. സോ ഇത് ഞങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി, മന്ത്ലി ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ വർക്കലോട് മോണിറ്റർ ചെയ്തത്. സോ അതിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഞങ്ങൾ ഓടിച്ചിട്ട് പറയാം. ലൈഫ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാം, SCR, EMI ഒന്നും വേണ്ടതും, EMI വേണ്ടതും, AMI വേണ്ടതും, അല്ലെങ്കിൽ ഇപ്പോൾ IEC to RDS ആർക്കിടെക്ചർ കൺവേർട്ട് ചെയ്യണം. ലൈക്ക് നമുക്ക് നിങ്ങൾക്കറിയാം ടൈപ്പ് ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പം നമ്മുടെ വർക്ക് ലോഡിൻ്റെ കമ്പാറ്റബിലിറ്റി നോക്കിയിട്ടാണോ ആ ഒരു കേസ് നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് വർക്ക് ആവുന്നതായിരിക്കില്ല. പിന്നെ വോളിയം ടൈപ്പ് GP3 കഴിഞ്ഞ 2023 അപ്പോൾ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്തു. പിന്നെ RDS അൺയൂസ്ഡ് RDS ഇൻസ്റ്റൻസ്, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ മെർജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മെർജ് ചെയ്യാം.
പിന്നെ അൺയൂസ്ഡ് സ്നാപ്പ് ഷോട്ട്സ് എന്നൊക്കെ പറഞ്ഞ ലവ് ബേൺസ് എല്ലാം വെരിഫൈ ചെയ്ത് റിമൂവ് ചെയ്തോളാം. പിന്നെ മാർക്കറ്റ് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഇപ്പം സെൻറ്റോസിൻ്റെ റെഡ് പാൻഡ മുതലായൊക്കെ അല്ലെങ്കിൽ അതൊക്കെ MSK റെഡീസ് അതൊക്കെ ആവശ്യമില്ലാത്തൊക്കെയാണെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്ത് റിമൂവ് ചെയ്യാം. പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ വരുന്നതാണ് ക്ലോസ് റീജിയൻ, അതൊന്നും മോണിറ്റർ ചെയ്യാം, ആവശ്യമില്ലാത്തൊക്കെ റിമൂവ് ചെയ്യാം. പിന്നെ ഓഫ് പീപ്പർ ഉള്ളത് ഷെഡ്യൂൾ ചെയ്യാം നമ്മുടെ സർവീസ്. ഇപ്പോൾ 24 ഓടിക്കുന്ന എൻജിൻസ് ആണെങ്കിൽ എന്താ ചെയ്യാം, നമ്മൾ ആ ട്രാഫിക് കുറഞ്ഞ ടൈമിൽ സ്കെയിലിംഗ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കോസ്റ്റ് ആക്കി പ്രോപ്പർ കോസ്റ്റ് ആക്കിയെല്ലാം കൊടുക്കാം. പിന്നെ ആ ഒപ്റ്റിമൈസേഴ്സ് ഹബ് ഞാൻ പറഞ്ഞില്ല, റെക്കമെൻഡേഷൻസ് ഞങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. സീരിയസ്ലി ഇത് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് 1 ഇയറിൽ ഞങ്ങളുടെ ക്ലയൻറ്റിന് $4 lakh കോസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. സോ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു.